CPI അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി PP സുനീറിനെയും സത്യൻ മൊഗേരിയെയും തെരഞ്ഞെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുല്ലക്കര രത്നാകരനെ വെട്ടി സത്യൻ മൊഗേരിയുടെ പേര് ഉൾപ്പെടുത്തിയത് അവസാന നിമിഷമാണ്. നേരത്തെ ഒഴിവാക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ചു. സെക്രട്ടേറിയറ്റിൽ 11 അംഗങ്ങളാണ്. 25 അംഗ എക്സിക്യൂട്ടീവിലേക്ക് VS സുനിൽകുമാറും CN ചന്ദ്രനും തിരിച്ചെത്തി. സംസ്ഥാന നേതൃത്വത്തിന് ഇനി മുതൽ ത്രിതല സംവിധാനമായിരിക്കും. 24 ബ്രേക്കിംഗ്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഈ അവസാന മിനിറ്റിലും വെട്ടിത്തിരുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് മുല്ലക്കര ആ പട്ടികയിൽ നിന്ന്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് അവസാന നിമിഷം ആ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് വരികയും അദ്ദേഹം തെറിക്കുകയും ഒക്കെ ചെയ്തത്? എന്ത് നാടകീയ നീക്കമാണ് അവിടെ നടന്നത്? വിജയകുമാർ, CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാൾ PP സുനീർ തുടരുമെന്ന് ഉറപ്പായിരുന്നു. രണ്ടാമത്തെ ആൾ ആരായിരിക്കുമെന്നതിനെ ചൊല്ലിയാണ് പാർട്ടിക്കകത്ത് ഉദ്വേഗമുണ്ടായിരുന്നത്. ആ ഉദ്വേഗത്തിനൊടുവിലാണ് മുല്ലക്കര രത്നാകരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആകുമെന്ന ധാരണ നേതൃതലത്തിൽ തന്നെ രൂപപ്പെട്ടത്. എന്നാൽ പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് വന്നപ്പോഴേക്കും മുല്ലക്കര രത്നാകരൻ്റെ പേര് മാറി സത്യൻ മൊഗേരിയുടെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. സംസ്ഥാന നേതൃത്വത്തിന് കുറച്ചുകൂടി സ്വീകാര്യനും അഭിമതനുമായ ആൾ സത്യൻ മൊഗേരിയാണ് എന്ന നിലയ്ക്കാണ് മുല്ലക്കരയെ വെട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പൊതുവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കാൻ നിൽക്കുന്ന മുല്ലക്കര രത്നാകരന് അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുത്തുമില്ല. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്നത്തെ സംസ്ഥാന കൗൺസിലിൽ എത്തിയിരുന്നില്ല. മുല്ലക്കരയ്ക്കും ഈ പദവികൾ ഏറ്റെടുക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാർട്ടി നേതൃത്വത്തിന് കുറച്ചുകൂടി സ്വീകാര്യനും ആയ ആൾ സത്യൻ മൊഗേരിയാണ്. മുല്ലക്കര അറിയപ്പെടുന്ന പ്രഭാഷകനും മറ്റും ആയതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധ പോകുമോ എന്ന ആശങ്ക നേതൃത്വത്തിലെ ചിലർക്കുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും മുല്ലക്കരയെ ഒഴിവാക്കി. ഇതോടൊപ്പം തന്നെ CPIയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തു. 11 അംഗ സെക്രട്ടേറിയറ്റിൽ എറണാകുളത്ത് നിന്നുള്ള KK അഷ്റഫും പാലക്കാട് നിന്നുള്ള KP സുരേഷ് രാജും അംഗങ്ങളാണ്. നേരത്തെ മുല്ലക്കരയുടെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം KP സുരേഷ് രാജാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. 25 അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും ഇന്ന് സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുത്തു. ഇതിൽ CN ചന്ദ്രനും VS സുനിൽകുമാറും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തിരികെ വന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് അനുഭവരായ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു CN ചന്ദ്രനും VS സുനിലും. എന്തെങ്കിലും ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ഇവരെ രണ്ടുപേരെയും എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി എന്നുള്ള തീരുമാനമുണ്ട്. ഇതോടൊപ്പം തന്നെ 8 പുതിയ ആളുകളെയും ഉൾപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ KP സുരേഷ് രാജ്, KK വത്സരാജ്, TG ആഞ്ചലോസ് എന്നിവരെയാണ് വന്നത്. ഇതോടൊപ്പം തന്നെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, R ലതാദേവി, TT ജിസ്മോൻ എന്നിവരെയും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.